കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാടിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാടിനാമം ഇന്നു വാഴ്ത്തിടാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇത്. ശ്രീമതി ജീജ ബീവിയുടെ പ്രഥമ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു ധന്യ മുഹൂർത്തം. രാമായണം നല്ല പാഠം എന്ന ആ പുസ്തകം വായനക്കാരിലേക്ക് എത്തുമ്പോൾ വായനാലോകത്തിന് പുതിയൊരു പുസ്തകം കൂടി ലഭിക്കുകയാണ്. ജീജയുടെ ഒരു ലേഖനം 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഒരു മാസികയിൽ പ്രസിദ്ധീകൃതമായ ഒരു ലേഖനം. നല്ല ആർജവത്തോടെയുള്ള അവതരണമായിരുന്നു ആ ലേഖനത്തിൽ. ഒരു ധർമ്മടം ദേശവാസി എന്ന നിലയിലായിരിക്കാം അവർ ഈ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം പ്രഥമ സൃഷ്ടിയായി പുറത്തെത്തി. ധർമ്മടം പഞ്ചായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാമായണവും അതുമായി ബന്ധപ്പെട്ട കഥകളും ജീവന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അത് ഒരു വിശ്വാസിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അത് ഒന്നുമില്ല, രാമന്റെ ഒരു അനുഗ്രഹം മൂലമായിരിക്കാം പ്രഥമ പുസ്തകം തന്നെ രാമനെ കുറിച്ചുള്ള ഒരു പുസ്തകമായി വരും. ശ്രീമതി ജീജ എന്ന് പറയുന്നത് ഞാൻ ഏതാനും മാസം മുമ്പാണ് അറിയുന്നത്. അതുവരെ അവർ ആരായിരുന്നു എന്നറിയില്ല. അവരുടെ ഭർത്താവുമായി ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ വർഷങ്ങളായി തലശ്ശേരിയിൽ സ്ഥിരം കാണുന്നു. പക്ഷേ എൻ്റെ കുടുംബവുമായി വളരെയേറെ സൗഹാർദ്ദമുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത് എന്ന് ഈ 6-7 മാസം മുമ്പ് മാത്രമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ കുടുംബത്തിലെ എല്ലാവരും സഹോദരങ്ങളും അച്ഛനും ഒക്കെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എന്ന് അവരുടെ സമീപവാസ CP വിജയേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ചടങ്ങിലേക്ക് സ്വാഗത പ്രസംഗകനായി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രഥമ പുസ്തകം പുറത്തിറക്കുമ്പോൾ അതിൽ ഞാൻ എഴുത്തുകാരനെ വളരെയേറെ സന്തോഷിക്കുന്നവരാണ്. ദീർഘമായി പറയുന്നില്ല. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം, പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ചൂരൈ ചന്ദ്രൻ മാഷാണ്. ചന്ദ്രൻ മാഷെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതൊരു അഭംഗിയായി മാറി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ കിടങ്ങി നിൽക്കുന്ന പ്രമുഖ വ്യക്തിത്വമാണ് ചൂരൈ ചന്ദ്രൻ മാഷ്. അദ്ദേഹത്തെ ഞാൻ ആനന്ദമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ KC സദാനന്ദൻ അവർക്കാണ്. മലബാർ ദേവസ്വം ബോർഡിൽ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ശ്രീ സദാനന്ദൻ. അദ്ദേഹത്തിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാജരായി.
ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ ശ്രീ GV രാജേഷ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ഒരു വലിയ പ്രസാദന സ്ഥാപനമായി മാറിയ ഈ GV ബുക്സിൻ്റെ ഉടമ. കഠിനമായ പ്രവർത്തനം, ബുദ്ധിപൂർവമുള്ള സമീപനം എന്നിവയിലൂടെ 400-ലേറെ പുസ്തകങ്ങൾ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. നിയമസഭയിലെ പുസ്തകോത്സവത്തിലടക്കം മുഴുവൻ 4 പുസ്തകോത്സവം നടന്നത്. ആ 4ലും പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസാധകനാണ് ശ്രീ GV രാജേഷ്. ആ GV ബുക്സിൻ്റെ ലേബലിൽ തന്നെ ഈ പ്രഥമ പുസ്തകം ശ്രീമതി ജീജയ്ക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശ്രീ GV രാജേഷാണ്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് പൊന്നം കൃഷ്ണൻ, തലശ്ശേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അതേപോലെ രാഷ്ട്രീയ രംഗത്തെ പല ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള ആളുമാണ്. എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ് ശ്രീ പൊന്നം കൃഷ്ണൻ. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ശ്രീമതി ജീജ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഇതോടൊപ്പം ഈ ചടങ്ങിൽ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾ ഓരോരുത്തരെയും പേരെടുത്ത് പരാമർശിക്കാതെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കാൻ ശ്രീ GV രാജേഷ്. വളരെ മനോഹരമായ കൈപ്പടയിലാണ് ഒരു ദിവസം ഒരു രാമായണ ലേഖനങ്ങൾ എഴുതി എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുസ്തകമാണ്. ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ കൈപ്പട പോലെ തന്നെ അതിന് സാരാംശവും വളരെ മനോഹരമായി. അത്തരത്തിലുള്ളൊരു പുസ്തകം നമ്മളെ ആരെ തന്നെയായാലും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് GV ബുക്സിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ GVGGയുടെ പുസ്തകം രാമായണ കഥാപാഠത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നു. പക്ഷെ രാമായണത്തിലൊരു പ്രത്യേകതയാണ്. അത് ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ കടന്നു പോകാത്ത വഴികൾ ഇന്ത്യയിൽ എവിടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊന്നും നോക്കുന്നില്ല, എവിടെയൊക്കെ രാമായണവുമായി ബന്ധപ്പെട്ട് സീതയുമായി ബന്ധപ്പെടാത്ത സ്ഥലങ്ങൾ എവിടെയാണ്? വാലയാണ്, അണ്ടലൂർ. അണ്ടലൂർ എന്ന് പറയുന്നത് ആണ്ടവില്ലൂരാണ്, പിന്നീട് അണ്ടലൂരായി മാറി. തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുവങ്ങാട്, പിന്നെ നമ്മുടെ പെരടശ്ശേരി അമ്പലം, ഇങ്ങനെ എല്ലാം. പിന്നെ തിരുനെല്ലി എത്തിക്കഴിഞ്ഞാൽ തിരുനെല്ലിയാണ്, പുൽപ്പള്ളി ശ്രീരാമസ്വാമി. അങ്ങനെ എവിടെയായാലും ശ്രീരാമനുമായി അല്ലെങ്കിൽ സീതയുമായോ ലക്ഷ്മണനുമായോ രാമായണത്തിന്റെ കഥാപാത്രങ്ങൾ ഹനുമാനുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് തന്നെ. അതാണ് രാമായണത്തിൽ. ഒന്നുമില്ലെങ്കിൽ പറയും സീത വന്ന് അവിടെ നിന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥലം പോലും രാമായണത്തിന് നമുക്കൊരു പ്രത്യേകതയാണ്, ഒരു സംസ്കാരമാണ്. ഇപ്പൊ രാമായണം എന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടൂല. പക്ഷെ അതൊരു സംസ്കാരമാണ്. അതില് അന്ന് വാൽമീകി എഴുതി വെച്ചപ്പോൾ ആ വാൽമീകി എഴുതിയ രാമായണത്തില് ഒരുപാട് സ്പേസ് ഉണ്ട്. രാമായണം വന്ന് രചിച്ചതിന് ശേഷം നമ്മൾ ഈ 2026 നിൽക്കുമ്പോൾ എത്ര പുസ്തകങ്ങൾ രാമായണവുമായി ബന്ധപ്പെട്ട് ഉപകഥകൾ വന്നു, എത്ര കവിതകൾ വന്നു, എത്ര സിനിമാ പാട്ടുകൾ വന്നു രാമായണവുമായി ബന്ധപ്പെട്ടിട്ട്, എത്ര സിനിമകൾ വന്നു. അപ്പൊ സ്പേസ് ഉണ്ട്. രാമായണത്തിന്റെ ഓരോ വരിയിലും ഓരോ അക്ഷരത്തിലും സ്പേസ് ഉണ്ട്. അത് നമുക്ക് പൂരിപ്പിക്കാം. അതിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഓരോ പ്രാവശ്യം വായിക്കുന്നതിനും രാമായണം നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടും. അത്തരത്തിലുള്ള അറിവുകളിൽ നിന്നുള്ള ഏതാനും തിരഞ്ഞെടുത്ത ലേഖനങ്ങളാണ് ജീജ ഈ പുസ്തകത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാമായണത്തിൽ തന്നെ നമുക്കറിയാം, അവസാനം ഒരു കാട്ടിലേക്ക് 14 വർഷത്തെ വനവാസത്തിന് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാടിനെ അയോധ്യയെ പോലെ കണ്ടുകൊള്ളണം. ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. കാടിനെ അയോധ്യയെ പോലെ കണ്ടുകൊള്ളണം.
രാമനെ ദശരഥനെ പോലെ കണ്ടുകൊള്ളണം, സീതയെ അമ്മയെ പോലെ കണ്ടുകൊള്ളണം എന്നുള്ളത് ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണ്. ആ ഉപദേശത്തിൽ ഇന്നും പ്രസക്തിയില്ലേ? കാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വാസസ്ഥലമാണ്, ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. അവിടെ രാമൻ എന്ന് പറയുന്നു, സീത എന്ന് പറയുന്നത് ലക്ഷ്മണനേക്കാളും ഏതാണ്ട് അതേ പ്രായത്തിലുള്ള ഒരു യുവതി തന്നെയാണ് സീത എന്ന് പറയുന്നത്. ഈ സീതയും അവിടെ നിൽക്കുമ്പോൾ ലക്ഷ്മണനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടാവുന്ന പ്രയാസങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്തുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് സുമിത്ര ലക്ഷ്മണനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അച്ഛനെ പോലെ കാണണം രാമനെ, അമ്മയെ പോലെ കാണണം സീതയെ. അപ്പൊ അത്ര വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. അതിൽ തന്നെ രാമായണത്തിൽ മറ്റൊരു ഭാഗമുണ്ട്. ഒരിക്കൽ സീതയുടെ കമ്മലും അതുപോലെ തന്നെ പാദസരവും വീട് കിട്ടുന്നുണ്ട്. അതിന് തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, ഇത് ലക്ഷ്മണനോട് ചോദിക്കുന്നു, ഇത് സീതയുടെ തന്നെയാണെന്ന്. അപ്പൊ സീത പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ലക്ഷ്മണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കമ്മലിനെ കുറിച്ച് എനിക്കറിയില്ല, ചേട്ടത്തമ്മയുടേതാണോ കമ്മലെന്ന് എനിക്കറിയില്ല, പക്ഷെ പാദസരം അവരുടേതാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്, ഞാൻ എപ്പോഴും ചേട്ടത്തി അമ്മയുടെ അമ്മയെ പോലെ കണ്ടുകൊണ്ട് ആ പാദങ്ങൾ നമസ്കരിക്കാറുണ്ട്, അപ്പോൾ ആ പാദസരം ഞാൻ കാണാറുണ്ട്, അവരുടെ മുഖത്ത് ഞാൻ വല്ലപ്പോഴേ നോക്കാറുള്ളൂ, എപ്പോഴും ഞാൻ അവരുടെ മുന്നിൽ വിനയാന്വിതനായി നിൽക്കുകയാണ്, അതുകൊണ്ട് അവരുടെ കമ്മലെ പറ്റി എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നു, ഏട്ടന്റെ ഭാര്യയെ കൂട്ടിയിട്ട് അനിയൻ പോകുന്നു, അനിയന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ഏട്ടൻ പോകുന്നു. അതിനൊക്കെ തന്നെയുള്ള പരിഹാരങ്ങൾ ഈ രാമായണത്തിലുണ്ട്. നമ്മൾ ഓരോ ദിവസവും കുട്ടികൾക്ക് പറഞ്ഞു, നമ്മളിപ്പോൾ രാവിലെ എഴുതിട്ട് മോനെ പത്രത്തിലെ വാർത്ത ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിക്കും മനസ്സിലാവില്ല. അതിനു വേണ്ടിയിട്ടാണ് രാമായണം ഇത്തരത്തിലുള്ള കഥകളൊക്കെ നോക്കുന്നത്. അത് നമ്മുടെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. ആ സംസ്കാരം നമ്മുടെ പൈതൃകമായിട്ട് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ മക്കൾക്കൊക്കെ പറയണം. ഇപ്പൊ ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ, ഒരു ഭക്ഷണം അമ്മമാർ വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നപ്പോ സ്ത്രീ വിരുദ്ധമായി. അത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധതയൊന്നും അതിലൊന്നും കാണില്ല. നമ്മുടെ ഏവർക്കും അറിയാവുന്ന നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് തന്നെയാണ് ഈ ജിജിയും ഇവിടെ ചെയ്യുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. അത് ഇനി ഏതെങ്കിലും ഒരാളിൽ കാര്യത്തെയൊക്കെ വിശദമായ ചന്ദ്രമോഷം സദാനത്തിനൊക്കെ ഇവിടെ സംസാരിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ വിജി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം, രാമായണം എന്ന് പറയുമ്പോൾ വെറുതെ രാമായണം എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും രാമായണം അങ്ങനെയല്ല ഇങ്ങനെയല്ല, നിങ്ങൾക്ക് അത് വിമർശിക്കാം, അതിനെ സപ്പോർട്ട് ചെയ്യാം, എന്തും ചെയ്യാം. രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെയുള്ള ഗുണം അതാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാം. രാമായണത്തിന്റെ ഓരോ അധ്യായങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നു രാമായണത്തിന് ഒരുപാട് പ്രസക്തി തലശ്ശേരിയിലുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ രാമായണം എന്ന് പറഞ്ഞ 5 കാസറ്റുകളിലായിട്ട് ആദ്യമായിട്ട് ഇറക്കിയത് തലശ്ശേരിയിൽ നിന്നാണ്. സിത്താരപ്രേമൻ എന്ന് പറയുന്ന ഒരാൾ ആ കാസറ്റ് ഇറക്കിയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. 5 വോള്യമായിട്ടാണ് ആ കാസറ്റ് ഇറക്കിയത്. പിന്നെ ഇപ്പൊ അടുത്ത കാലത്താണ് GB ബുക്സ് പുറത്തിറക്കിയല്ല വാൽമീകി രാമായണം മലയാളത്തിലേക്ക് പുറത്തിറക്കിയ ഭാസ്കരൻ മാഷ് പുറത്തിറക്കിയത്. ചുക്ലിയുള്ള ഭാസ്കരൻ മാഷ് അദ്ദേഹമാണ് വാൽമീകി രാമായണം പൂർണ്ണമായും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് അത് GB ബുക്സ് ഇറക്കാൻ വേണ്ടിയിട്ട് സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. ഓരോ വർഷവും നമുക്ക് രാമായണത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ, അതിലേക്കൂടെ ഗഹനമായ പഠനങ്ങൾ നടന്നുകൊണ്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇറക്കാൻ കഴിയുന്നു എന്നതിൽ സന്തോഷം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാൻ. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട എത്രയും പ്രിയപ്പെട്ട ശ്രീ ചുരായി ചന്ദ്രൻ മാഷോട് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കൊണ്ടുവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ GB ബുക്സ് 400 ടൈറ്റിലാണ് അസോസിയേറ്റ്. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തേ ഉള്ളത് 1000 ടൈറ്റിൽ. പക്ഷെ നമ്മളാരും അറിയാതെ തലശ്ശേരിക്കാരറിയാതെ
രാകേഷ് വെല്ലൂർ വെച്ചിട്ട് 400 ടൈറ്റിൽ 400 പുസ്തകം. ഈ 400 ബുക്കിലും ഈ സ്ത്രീ പുരുഷ കുഞ്ഞു ബന്ധം എത്രയുണ്ടോ, ഏതെല്ലാം ബന്ധുക്കൾ പറയാനൊന്നും പറ്റില്ല. പ്രതി ജന ഭിന്ന വിചിത്രം, അതാണ് ഈ ലോകം മുഴുവൻ. ലോകം മുഴുവൻ. ഇപ്പൊ ഇല്യഡിനും ഒഡീസിക്കും അങ്ങനെ വലിയ സ്വാധീനം യൂറോപ്യൻ മേഖലയിൽ. നമുക്കിവിടെ മഹാഭാരതവും രാമായണവും ക്ലാസിക് കൃതികളാണ്. ഇത് 4ഉം ലോകം മുഴുവൻ സ്വാധീനം ചെലുത്തി. നമ്മുടെ വാക്യം ഇങ്ങനെ പറയാം, ഇംഗ്ലീഷുകാരുടെ ഒന്നുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഈ ഇലിയഡ് ഒഡീസി കേൾക്കാത്തൊരു വിദ്യാർത്ഥി ഉണ്ടാകുന്നു. അത് ഇലിയഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ സ്വന്തമായ രീതി ഇന്നത്തെ കുട്ടിമുഖത്ത് ഒന്നാണ് രാമായണവും മഹാഭാരതവും. ഇതിന്റെ സ്വാധീനം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയൊന്നും എനിക്കറിയില്ല. ഗീതയിൽ അതിൻ്റെ ഒരു ചെറിയ സ്ഫുലിംഗം രാമായണത്തിലെ കഥാപാത്രമാണ്. അതിനെ രേഖപ്പെടുത്തി നോക്കണം തോന്നി, രേഖപ്പെടുത്തി വ്യക്തമാക്കി ഇപ്പൊ നമ്മുടെ മുന്നിലെത്തുക. ഇനി എത്ര ആളുകൾ ഇന്ത്യയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ രാമായണത്തെ പറ്റിയിട്ടുണ്ട്. വ്യാഖ്യാനങ്ങളും വ്യത്യസ്തമാണ്. അത് സ്വീകരിക്കണോ സ്വീകരിക്കുന്നത് ആലോചിക്കുന്ന മനുഷ്യനോ ഞാനും നിങ്ങളോ. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഗീത എഴുതി വെച്ചത് വ്യാഖ്യാനമൊന്നുമല്ല. ഇതൊക്കറിയാവുന്ന കാര്യങ്ങൾ രാമായണം ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ലെവനും കുശലും 2 കുട്ടികളാണ്. പറഞ്ഞ മനുഷ്യബന്ധത്തിലെ 3 കണ്ണികളുടെ ഒന്നാണ് കുട്ടികൾ. ഇപ്പൊ 11 കുശൽ ടിൻസാണ്. അവർ നേരിട്ട് ബന്ധപ്പെടുന്നത് സീതയുമായിട്ടും രാമനുമായിട്ടും. പിന്നെ ഗുരുക്കന്മാര് വരുന്നുണ്ട്. വാൽമീകി തന്നെയല്ല കഥാപാത്രം. വിശ്വാമിത്രൻ വരുന്നു, ജനകൻ വരുന്നു. ഇങ്ങനെ കഥാപാത്രങ്ങളുടെ എണ്ണമറ്റതാണ്. അതിലെ കുറച്ച് കഥാപാത്രങ്ങൾ എടുത്ത് 49 ഗീത എഴുതി വെച്ച് 49 എണ്ണമാണ്. 49 എഴുതാൻ കഴിയുന്ന ആൾക്ക് 100 എഴുതിയും വലിയ പ്രയാസം ഉണ്ടാകും. അങ്ങനെ എഴുതാൻ കഴിയും. ഇപ്പൊ എഴുതിയത് ഫീസ് എന്ന് പറയാൻ കാരണം ഒരു 1.5 പേജ് 2 പേജേ ഉള്ളൂ. ഇപ്പൊ വായിച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മുഴുവൻ ആളുകളും അത് വാങ്ങുകയും അത് വായിക്കുകയും ചെയ്യുന്ന ഉറപ്പാണ്. കാരണം അത്ര ചെറിയ പുസ്തകമാണ്. ഓരോ പീസും എഴുതാണ്. നമ്മുടെ കുട്ടികൾക്ക് വായിക്കാൻ ഗ്രഹിക്കാവുന്നത്. ഗ്രഹിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കോമ്പസിഷൻ പുസ്തകത്തിൽ പറയുന്ന മാതിരി അവസാനം ഗുണപാടും ഗീതയുടെ വക. അതാണ് ഗീതയുടെ സംഭാവനയുടെ വ്യാഖ്യാനം. ഒരു ഗുണപാഠം. എന്തായാലും ഈ കാലത്ത് നമ്മുടെ കുട്ടികളെ ഇവിടെ കടന്നു പോകേണ്ടതാണ്. കാരണം നമ്മളിവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നമ്മളെ ബന്ധപ്പെട്ട ഓരോ കുടുംബത്തിലെയും കുട്ടികളെ അത് വായിക്കാൻ നിർബന്ധിക്കേണ്ടതാണ്. അവരെ രീതി ഇതൊന്നുമല്ല പുസ്തകം. പ്രൊഫസർ കാമിൽ ബുൽക്കെ യൂറോപ്പിൽ നിന്നാണ് വന്നിട്ട് പഠിച്ചു. കാമിൽ ബുൽക്കെ എന്ന ഫാദറാണ്, ക്രിസ്ത്യൻ ഫാദർ. കാമിൽ ബുൽക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച രാമായണ പഠനത്തിലെ ആദ്യത്തെ പുസ്തകമാണ് രാമകഥ. രാമന്റെ കഥ ഒരു ഫാദർ എഴുതി എന്ന് പറയുന്നത് ആരും കണ്ടില്ല. എന്താ അപ്പൊ രാമായണത്തിന്റെ കഥയാണ്, രാമന്റെ കഥയല്ല. പല രാമായണങ്ങൾ, മാപ്പിള രാമായണം ഉൾപ്പെടെയുള്ള രാമായണങ്ങൾ, ആ രാമായണത്തിൽ സീതയും രാമനും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യത്യാസമുണ്ട്. സഹോദരിയായി വരുന്നു, സഹോദരനായി വരുന്നു, ഭാര്യയായി വരുന്നു, ഭർത്താവായി വരുന്നു, അതെല്ലാതെയും ഉണ്ട്. അവിടെ പ്രൊഫസർ കാമിൽ ബുൽക്കെ, ഫാദർ കാമിൽ ബുൽക്കെ പ്രസിദ്ധീകരിച്ച രാമകഥയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗ്രന്ഥം. കാരണം അദ്ദേഹം ഇത്രമാത്രം പാടുപെട്ടിട്ട് രാമന്റെ കഥ എനിക്ക് പോലും തയ്യാറായി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറമൊന്നും ഇപ്പം ആരും പോയിട്ടുമില്ല. പഠനങ്ങളുണ്ട്. സംഘാരിയ ക്ഷത്രകാരിന്റെ സംഘാരികൾ നടത്തിയിരിക്കുന്ന പഠനം വളരെ പ്രസിദ്ധമാണ്. അയാളുടെ പ്രസംഗം, മെമ്മോറിയൽ സ്പീച്ചസ്, 2 or 3 സ്പീച്ചിൽ ഈ രാമായണത്തെ അത് ചരിത്രം എഴുതുന്നത് ചരിത്ര സ്പർശിയാണ്. അതൊക്കെ പിന്നീട് നമ്മുടെ കുട്ടികളെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ABC ആണ്, രാമായണത്തിന്റെ ABC ആണ്, അതിന്റെ ഗുണപാഠത്തിന്റെ ABC ആണ്. നമുക്കൊക്കെ ആവശ്യമുള്ളതാണ്. ഏതായാലും ഗീത നമ്മുടെ ഒക്കെ അനുമോദനാകും. നമ്മളൊക്കെ ഗീതയോട് കടപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തെ ലളിതമായി അവതരിപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളൊക്കെ അത് വായിക്കണം, പഠിക്കുന്നു.
വായനയാണ്, രാമായണത്തിൻ്റെ വായന. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം 8, 9, 10 കവിതകൾ പഠിക്കുന്നതേയില്ല, വൈകാട്ട് പഠിക്കുന്നില്ല. നമ്മളൊക്കെ പഠിക്കുന്ന നേരം ഒരു 10, 20 വേണ്ടി വൈകാട്ട് പഠിക്കും. ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം 3-ൽ നിന്നും കവിതാഭാഗം വൈകാട്ട് ഹൃദിസ്ഥാണ്. ഇന്ന് ഹൃദിസ്ഥത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് നമ്മുടെ ആരോ തീരുമാനിച്ചാൽ മേനേജ്. അത് പഠിക്കേണ്ടിയില്ല. എന്തിന്? നമ്മുടെ ബുദ്ധിപരമായ ഒരു കഴിവ്, കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നില്ലയോ? ഓർമ്മയിൽ നിർത്തുക. വലിയ വൈദ്യന്മാരെ അഷ്ടാംഗം മുഴുവൻ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോതിഷികൾ മുഴുവൻ പുസ്തകം വൈകാട്ടാക്കുകയാണ്. ആ സ്ഥാനത്താണ് നമ്മുടെ കുട്ടികൾ 10, 15 വലിയ കവിത ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ പഠിക്കേണ്ടതില്ല എന്ന് ആരും തീരുമാനിച്ചു. അങ്ങനെ ഒരു കാലമായിട്ട്, അങ്ങനെ ഒരു കാലത്ത് രാമായണ വായന പ്രധാനമാണ്. രാമായണം വായിക്കുമ്പോൾ, ഈ കവിത വായിക്കുമ്പോൾ, എഴുത്തച്ഛൻ്റെ ശീലം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിലൊരു സംസ്കാരം വരും. കേക എന്ന ഒരു വൃത്തം വരും. നമ്മുടെ കുട്ടി കേക അറിയുന്നില്ല, അലങ്കാരം പാടില്ല, ഒന്നും പഠിക്കണം. പക്ഷെ കേകവൃത്തം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമായി മാറും. നമ്മൾ ONV കുറിപ്പിൻ്റെ കവിതയും സിനിമാ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എഴുത്തച്ഛനെ ആലോചിച്ചു പോകും. കാരണം എഴുത്തച്ഛനെ ഏറ്റവും കൂടുതൽ വായിച്ച ഒരു പണ്ഡിതനാണ് ONV കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഈ രാമായണം വായിക്കുന്നത്. രാമായണ വായനയാണ് അദ്ദേഹത്തെ കവിയാക്കി മാറ്റുന്നത്, ഒരു സിനിമാ പാട്ടുകാരനാക്കി മാറ്റുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ട് വെറും ഒരു സിനിമാ പാട്ടല്ല, ജീവഗന്ധിയായിരിക്കുന്ന ഈ സ്ത്രീ പുരുഷ കുഞ്ഞുബന്ധം ഇഷ്ടംപോലെ കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ ഭംഗി, അതിൻ്റെ ഗാനഭംഗി, അതൊക്കെ വേറെ ഏർപ്പാടാണ്. ദേവരാജ മാഷാണ്, അല്ലെങ്കിൽ മൂർത്തി മാഷാണ്. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് എഴുത്തച്ഛനെ വായിച്ചിരിക്കുന്ന ONV. അതുകൊണ്ട് ജീരയും അങ്ങനെ ആരോ വായിക്കുന്നത് കിട്ടും. അത് ഒരു ചൂടാണ് വായന. ഇനിയും ആവശ്യമാണ്. അവിടെ എഴുത്തിനും മാത്രമൊന്നുമല്ല, നമ്മുടെ ജീശങ്കരക്കുറിപ്പുണ്ടാവും, ടി കുഞ്ഞിരാമനായിട്ടുണ്ടാവും, പലരും. ഇപ്പൊ മാതൃഭൂമിയിൽ സൗന്ദര്യലഹരി പണ്ടെന്നോ കുമാരനാശാൻ തർജ്ജമ ചെയ്തതാണ്. എനിക്ക് വായിച്ച് മനസ്സിലായിട്ടില്ല, ഇതെന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഇപ്പൊ തർജ്ജമ ചെയ്തു, പേര് കിട്ടുന്നില്ല, ചുള്ളിക്കാട്. ഇപ്പൊ ചുള്ളിക്കാട് എത്ര കൊല്ലത്തിന് ആശാൻ മരിച്ചോളം 24 ഇത്രയും വർഷത്തിന് ശേഷം ചുള്ളിക്കാട് പോയി അത് തർജ്ജമയാണ്. ഇപ്പൊ മാതൃഭൂമി വീക്കിലിയിൽ ഒരു 2, 3 പീസ് വീക്കിലേക്ക് കൊടുക്കുക. അത് വായിക്കുമ്പോൾ എന്തോ കിട്ടിയ പോലെ. സൗന്ദര്യലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമധ്യത്തിലുള്ള ബിന്ദു കേന്ദ്രീകരിച്ച് ലളിതാ സഹസ്രനാമ യോഗത്തിലെ ആ ചിന്താമതികളായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മുർക്കോത്ത് കുമാരൻ തലശ്ശേരി നാരായണഗുരുവിനെ പറ്റി എഴുതുമ്പോൾ ആദ്യത്തെ അധ്യായം ഈ ഭ്രൂമധ്യവും മൂലാധാരവും അതിൻ്റെ ഇടാപിണ്ടള അതിൻ്റെ യോഗയാണ്, രാജയോഗം. എങ്ങനെയാണ് മൂർക്കോത്തിനെ അങ്ങനെ സ്വാധീനിച്ചത് നമുക്കറിയില്ല. മൂർക്കോത്ത് ഗുരുവിനെ പറ്റി എഴുതുമ്പോൾ ആദ്യത്തെ അധ്യായം അതൊരു യൂറോപ്യൻ വുഡ്രോഫ് ഒക്കെ ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഈ ഇടാപിണ്ടളെ പറ്റിയിട്ടുള്ള ലേഖനാണ് ആദ്യം കൊടുത്തത്. ഗുരു സ്വാമി ആയതുകൊണ്ടാവാം അതാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. വുഡ്രോഫ് എന്ന മഹാപണ്ഡിതൻ പണ്ട് ചെയ്ത പണി. പിന്നെ വിവേകാനന്ദൻ രാജയോഗം സംസ്കരിച്ചെടുത്തപ്പോൾ ചെയ്ത പണിയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോ എങ്ങനെയാണ് പേര് പറഞ്ഞത്, ചുള്ളിക്കാട് അവിടെ എത്തിയെന്നറിയില്ല. ചുള്ളിക്കാട് നല്ല റങ്കാടാണ്, കുടിച്ച് കൂത്താട് നടന്നതാണ്. അതൊക്കെ വിട്ടതാണ്. വിജയലക്ഷ്മിയുടെ സന്തോഷം, വിജയലക്ഷ്മി കവിയാണ്, ഭർത്താവ്, ഭാര്യ. അതുകൊണ്ട് ഇപ്പൊ ചുള്ളിക്കാട് എത്ര മനോഹരമായിട്ട് തർജ്ജമ ചെയ്യുന്നത്. അതിന് അർത്ഥമൊന്നും കിട്ടില്ലെങ്കിൽ പോലും ലളിതാ സഹസ്രനാമം എന്നൊക്കെ ചൊല്ലി പഠിക്കുന്ന ആളുകൾ അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നവരാണ്. നമ്മളാ പഠിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊരു അംശം എടുത്ത്, ഒരു സ്പാർക്ക് എടുത്തിട്ട് ചുള്ളിക്കാട് ഇപ്പൊ അവതരിപ്പിക്കുന്ന നേരം എന്തെല്ലോ കിട്ടുന്നത് പോലെ മഹാരാഷ്ട്രത്തിന്റെ വായിച്ചത് എനിക്ക് ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ മുമ്പിൽ ഒരു വലിയ വിജയം വായിക്കണ്ടേ, നമ്മുടെ ഒരു കടമയല്ലേ, അതുകൊണ്ട് വായിച്ചെന്ന് മാത്രമാണ്. പക്ഷെ ഇത് ചുള്ളിക്കാടിന്റെ വരികൾ വായിക്കുമ്പോൾ എന്തെല്ലോ ഉണ്ട് എന്ന് തോന്നും. ഇത് എഴുത്തച്ഛൻ ഉണ്ടാക്കുന്ന ഒരു പണിയാണ്. എഴുത്തച്ഛൻ ചെയ്യാൻ പാടില്ല തോന്നുന്നു. എഴുത്തച്ഛൻ ശൂദ്രനാണ്. ഒരു ശൂദ്രൻ സംസ്കൃതത്തിലുള്ള ഈ വാൽമീകിയുടെ കൃതി തർജ്ജമ പാടില്ല. GV ബുക്സ് കഴിഞ്ഞ തർജ്ജമ ചെയ്തത് PK വാർത്തമാഷിന്റെ ഈ വാൽമീകി രാമായണത്തിന്റെ തനിമലയാണ്.
അക്രമമാണ് നമ്മൾ നാട്ടുകാർ ചൊക്കി അതെന്താ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു മഹാമനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ബ്രിട്ടൻ സ്കൂളിന്റെ ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്ന സുഗുണം മാഷ് കല്ലൂർക്കാരനാണ്. സുഗുണം മാഷും തരണം ചെയ്തു, പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അയാൾ മരിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചത് കുടുംബകാലത്ത് ഇപ്പം ഉള്ളൂ, അതൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വാൽമീകി രാമായണത്തിന്റെ മലയാളം തരണം. അപ്പൊ നമ്മുടെ തലശ്ശേരിയിൽ 2 പണ്ഡിതന്മാർ വാൽമീകി രാമായണത്തെ അറിഞ്ഞില്ല. രണ്ടു പേർക്കും സംസ്കൃത പാരമ്പര്യമുള്ളവരാണ്. സുഗുണമാഷിന്റെ കുടുംബം വലിയ ഗണിതവുമായി ബന്ധപ്പെട്ട ഗണകന്മാരുടെ കുടുംബമാണ്. പഠിച്ച കുടുംബം സംസ്കൃത പണ്ഡിതന്മാരാണ്. കല്ലൂർ ചോദാവി സ്കൂളിന്റെ മാനേജ്മെന്റും അതേ കുടുംബത്തിൽപ്പെട്ടു. അതിലുള്ള സുഗുണമാഷാണ് ഇപ്പോൾ തർജ്ജമ. അതൊക്കെ വായനാപരാണ്. ഇപ്പൊ രാമായണത്തിന്റെ വായന ഉണ്ട്, അതിൽ നിന്നിങ്ങനെ മാറ്റിയെടുക്കുന്നു. പക്ഷെ മൂന്നാമത്തെ ഒരു ചോദ്യം ജി അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. ഈയുടെ കേസും ഈയുടെ കുടുംബകാരങ്ങളും വലിയ മൂന്നാമത്തെ കേസും വിമർശനാത്മകമായി രാമായണത്തെ പഠിക്കുന്ന ഒരവസ്ഥ. അത് നമുക്കൊക്കെ ബാധകമാണ്. രാമായണത്തെ വെറും ഭക്തി പാരവശ്യം കൊണ്ട് വായിച്ച് ഭക്തിയിൽ അങ്ങനെ മുഴുകി നിൽക്കുന്നത് അത് നല്ല 1-ാം ഘട്ടം 2-ാം ഘട്ടത്തിൽ പറ്റും. 3-ലേക്ക് എത്തുമ്പോൾ വിമർശന ബുദ്ധിയാവും. അതാണ് നമ്മുടെ നാട്ടിൽ മൊത്തം ആവശ്യം. അപ്പൊ നമ്മുടെ ആദ്യം ആരാണ് ഗുരു സമയം? ഗുരു ഇതൊക്കെ പച്ച മലയാളത്തിലാണ് എഴുതിയത്, സംസ്കൃതമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. മനുഷ്യന് ലോകം മുഴുവൻ ആവശ്യമുള്ള കാര്യമാണ്. പുറർന്നു വരുന്നത് ഇനം യാതൊരു ഗോത്രം ഗവാമ്യത. സംസ്കൃതം അവിടെ ഉപയോഗിച്ച ഒരു വലിയ പണ്ഡിതന്മാരെ കുറുക്ക് വിളിക്കാൻ വേണ്ടി, അവരെ മസ്തിഷ്കത്തിന് ഒരു അടി കൊടുക്കാൻ വേണ്ടിയാണ്. യാതൊരു ഗോത്രം ഗവാമ്യത. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം. യാതൊരു അർത്ഥമില്ല. മതഭേദായാലും മനുഷ്യൻ മതി എന്നതിന്റെ ആ സൂത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിൽക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ എങ്ങനെയാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന. അപ്പൊ 1789 ഫ്രഞ്ച് റവല്യൂഷനിലെ ഫ്രറ്റേണിറ്റി ഈ രീതിയിൽ വരിക ഗുരുവിലൂടെ നമ്മളെ മണ്ണിലേക്ക്. ജാതിഭേദവും മതദ്വേഷവും പാടില്ല, മനുഷ്യൻ സഹോദരന്മാരാണ്. അവിടെ ബ്രദർഹുഡാണ്. ആ ബ്രദർഹുഡിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് രാമായണം ഒരു തടസ്സമായിരുന്നു ഗുരുവിന്റെ മുന്നിൽ. പക്ഷെ ഗുരു അതെവിടെയും ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വായിക്കുന്നതിന് മനസ്സിലാവും രാമായണം ഒരു തടസ്സമായിട്ടാണ് വരിക. കാരണം ഇതിൽ 4 വർണ്ണമുണ്ട്. ശൂദ്രന് അക്ഷരം പഠിക്കാനേ പാടില്ല. ശൂദ്രാക്ഷര സംയുക്തം ദൂരത പരിവർജയെ. ശൂദ്രനും അക്ഷരവും ചേർന്നാൽ അങ്ങനെയുള്ളൊരു ശൂദ്രനെ അടുപ്പിക്കരുത്, അവൻ പോയിസണസ് ആവും, അവൻ അകറ്റണമെന്നാവും. പക്ഷെ ഗുരു നേരെ മറിച്ചാണ്. ബ്രിട്ടീഷുകാരിവിടെ വന്നുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടിയത്. അത് ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണമെന്ന് ഫസ്റ്റ് വേൾഡ് വാറിൽ ശിഷ്യന്മാർ അന്നത്തെ കോൺഗ്രസ് 14-18 1-ാം ലോകമായിട്ടും അന്ന് കോൺഗ്രസ് ഇവിടെ വല്ല പിച്ച വെച്ച് വെറുതെ ഉള്ളൂ. അവരോട് പറയുന്നത് ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണം. കോൺഗ്രസ് ആൾക്കാർ രാഷ്ട്രീയം മനസ്സിലായി. പക്ഷെ ഗുരു പറഞ്ഞ രാഷ്ട്രീയമല്ല, അത് രാഷ്ട്രീയം വേറെ. ഗുരു പറയുന്നത് സാംസ്കാരികമായ കാര്യമാണ്. ഈ PWD റോഡ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക്കിൽ എല്ലാവരും പെടും. ശൂദ്രനും ബ്രാഹ്മണനും ക്ഷത്രിയനും പെടും. എന്ന അമ്പലത്തിന് മുന്നിൽ ഒരൊറ്റ ശൂദ്രൻ പ്രവേശന സ്വാതന്ത്ര്യമില്ലാത്ത അക്കാലത്ത് അതിനു വേണ്ടി പാടുപെടുന്ന ഗുരു ഈ പബ്ലിക് സ്പിരിറ്റ് കാണുക. ഇത് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന പബ്ലിക് എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതസ്ഥരും, യൂറോപ്പിലും പെടും, ഇന്ത്യയിലും പെടും, ക്രിസ്ത്യാനിയും മുസ്ലിമും പെടും, എല്ലാവരും പെടും. അവിടെ അങ്ങനെയുള്ള പബ്ലിക് വർക്സുമായിട്ട് വന്ന ബ്രിട്ടീഷുകാരാണ് എന്നെ പോലുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത്. രാമന്റെ കാലത്ത് വരെ അങ്ങനെ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു സംസാരത്തിൽ. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴും 1-2 വരിയിൽ ഒതുക്കി കൊടുക്കുന്ന അദ്ദേഹം പറയാറില്ല. അത് നമ്മൾ ഗ്രഹിക്കില്ല. ഒരു വരി കൂടി പറഞ്ഞു. ശംഭുകൻ തപസ് ചെയ്യുന്ന ശംഭുകന് അങ്ങനെ ചെയ്യാൻ അധികാരമില്ലായിരുന്നു രാമന്റെ കാലത്ത്. അങ്ങനെ ചെയ്തതിന് അദ്ദേഹത്തിന്റെ ശിരസ് അറുത്തു മാറ്റിയത് ഈ രാമായണത്തിന്റെ അധ്യായം ശംഭുക മോക്ഷം. ശംഭുകന് മോക്ഷം കൊടുത്തു എന്നാ പറഞ്ഞു. ഇദ്ദേഹത്തെ കളി അർത്ഥം ഗുരുവിന് അത് ഇഷ്ടമായിട്ടില്ല. അന്ന് സഞ്ചാര സ്വാതന്ത്ര്യം ശൂദ്രനില്ല.
ബ്രിട്ടീഷുകാർ വന്നപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണം. നമുക്ക് അവരാണ് പുതുക്കന്മാർ. ഇതൊരു കൾച്ചറൽ മേഖലയിലാണ്, പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്സ് കോൺഗ്രസ്സുകാർ പറയുന്നത് അത് ചെയ്യുന്നു, നമ്മൾ പറയും. പക്ഷെ ഗുരു പറയുന്നത് ആ പൊളിറ്റിക്സ് അല്ല, കൾച്ചറൽ ഫീൽഡാണ്, എഡ്യൂക്കേഷൻ ഫീൽഡാണ്, ഈ ബ്രദർഹുഡിന്റെ ഫീൽഡിലാണ്. ബ്രദർഹുഡ് അന്ന് ഇല്ലായിരുന്നു. നമുക്കറിയാലോ, BMP വന്നപ്പോഴാണ് ഡെസ്കും ബെഞ്ചും ആദ്യമായി നമ്മൾ കണ്ടത്. അവിടെയാണ് എല്ലാ മുസ്ലിം ജാതിക്കാരും ഒന്നിച്ചിരുന്നത്. അതുപോലെ തൊട്ടിരിക്കാറില്ല. അവിടെയാണ് മൂർക്കോത്ത് കുമാരൻ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇല്ലിക്കുന്നിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ HM ആയിട്ട് വന്നത്. ആ മൂർക്കോത്ത് കുമാരനാണ് നാരായണ കാൽ കീഴിൽ കുമ്പിട്ട് നിർദ്ദേശിച്ചത്. CMമാര് തിരുവങ്ങാടമ്പലത്തിൽ പ്രവേശനം ഇല്ലാതിരിക്കുമ്പോ പുതിയൊരു അമ്പലം വെട്ടിക്കൊടുത്തു. പക്ഷെ ആ അമ്പലത്തിൽ ഹരിജനം കയറ്റാതെ വന്നപ്പോ അന്നത്തെ കോൺഗ്രസ്സുകാർ കുറച്ച് ഹരിജനങ്ങളെ കൊണ്ടുപോയപ്പോ ബഹളം. ഗുരു ചോദിച്ചു എന്താ ബഹളം? അത് ഹരിജനങ്ങൾ ഒരേ മാറി. ഹരിജനല്ലെന്ന് ഹരിജനത്തിന്റെ വാക്കെന്ന് കോൺഗ്രസ്സുകാരെ ഒരേ മാറി. ഗുരുവിനുമാരും മനസ്സിലായി. ഗുരു എണ്ണ പറഞ്ഞു അവർക്ക് അവിടെ നിൽക്കാമോ? ഇപ്പൊ തീമാർ പറഞ്ഞു നിൽക്കാം, എന്ന് അവരോട് അവിടെ നിൽക്കാം. അവിടെ നിർത്തി. അരിയില്ലല്ലോ, ഇത്രയും പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അവർക്ക് ഇങ്ങോട്ടേക്ക് എപ്പോഴാണ് പ്രവേശിച്ചത്? തിരുവങ്ങാടമ്പലത്ത് പോകാൻ പറ്റാതെയാണ് ഇവിടെ ഒരു പുതിയ ക്ഷേത്രം കെട്ടി പുതിയ ഉണ്ടാക്കി അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തീര് മാത്രമേ പറ്റൂ, മറ്റു യാതൊരാൾക്കും പറ്റില്ല. ഇതൊരു അന്ധത. നമ്മുടെ ഇന്ത്യയിൽ അടക്കെട്ടി ഇപ്പോഴും അടക്കെട്ടി കിടക്കുന്ന ഒരു അന്ധതയാണ്. ആരും ഒന്നും കൊണ്ടുവരില്ല. എപ്പോഴവർക്ക് ഇങ്ങോട്ട് വരാം? ഉത്തരവില്ല. ഗുരു ഉത്തരം ഉണ്ടാക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് പോലെ 1 വർഷം കഴിഞ്ഞാലാകാമോ? 1 വർഷം കഴിഞ്ഞാൽ ടീമാർക്ക് പറഞ്ഞു പോയി. 1 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1 വർഷം മഴ പെയ്ത ഉടനെ ഗുരു ആ സ്റ്റെപ്പ് ഉപയോഗിക്കാം. ചെറിയ നിമിഷത്തെ ഒരു യുക്തിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 1 വർഷം കഴിഞ്ഞല്ലോ, ഇനി അവർക്ക് പ്രവേശനാകാമല്ലോ. പക്ഷെ തീരുമാനം ഞെട്ടി. ഈ വർഷം ഗുരു ഉണ്ടാക്കിയ വർഷമാണോ? അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ എന്ന് കുഴപ്പം വരുമോ? സംഭവിച്ചു പോയി. ആവാം. അങ്ങനെ ഹരിജനങ്ങൾ പ്രവേശനം അനുവദിച്ച ഉടനെ ഈ ഇല്ലിക്കുന്നിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രിൻസിപ്പൽ HM മൂർക്കോത്ത് കുമാരൻ, അത് കോട്ടം വീട്ടിലാണ് HM പോകുന്നത്, നാരായണന്റെ കാൽക്കൽ നമസ്കരിച്ചു. ഇത് തനിശേക്കാത്തൊരു വലിയൊരു ചലനമാണ്. അതിനുശേഷം CMമാർക്ക് മാത്രമല്ല അവിടെ കൊടുക്കുന്നത്, എല്ലാവർക്കും പ്രവേശനം. നമ്മുടെ ബ്രദർഹുഡ് 1789 ഫ്രഞ്ച് റവല്യൂഷന്റെ ബ്രദർഹുഡ് അന്നാ ഇവിടെ കാണുന്നത്. ആ ബ്രദർഹുഡ് ഇപ്പൊ അവിടെ മറ്റു സ്ഥലത്തുണ്ടോ നമ്മൾ ആലോചിക്കുക. അവിടെ രാമായണ പഠനം ഒരു 3ാം സ്റ്റേജിലേക്ക്, വായന ജിജിയെപ്പോലുള്ള ആളുകൾ എഴുതുന്നു. പിന്നെ 3ാം സ്റ്റേജിലേക്ക് പോകുമ്പോൾ വിമർശന ബുദ്ധി ഉൾക്കൊള്ളാനും കഴിയും. അപ്പൊ രാമായണം ഇങ്ങനെ ഓരോ വർഷവും നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് അവിടെ നിർത്തിക്കൂടെ, അപ്പുറത്തേക്ക് പോകണം. കാരണം ജെൻസി ഇത് ഇവിടെ നിന്ന് പറയുമ്പോൾ ജെൻസിയാണ്. ജെൻസി നമ്മൾ ഓർമ്മ അറിയില്ല. ജെൻസി എന്നൊരു പേര് മാത്രമാണ്, കാർവികമായ ഒരു പേര് നേടും. ജെൻസി പരമ്പരാഗതമായ പാർട്ടിയുടെ അടിച്ചു കൊടുത്ത് പെട്ടെന്ന് ഒരു ദിവസത്തിലെ പുതിയ പാർട്ടിയെ കൊണ്ടുവരുന്നു. ജെൻസി എന്ന് പറയുമ്പോൾ ജനറേഷൻ X, ജനറേഷൻ Y, ജനറേഷൻ Z അർത്ഥമുള്ളൂ. അത് ജെൻസി ഒരു പുതിയ വാക്കായി നമുക്ക് തോന്നുക. ഒരു പുതിയ ജനറേഷൻ വന്നപ്പോൾ അതിന് ജനറേഷൻ X കൊടുത്തു. പിന്നെ അടുത്തത് ജനറേഷൻ Y ആയി. പിന്നെ വന്നതാണ് ജനറേഷൻ Z. പിന്നെ Z കഴിഞ്ഞ അക്ഷരമില്ല. അത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ തുടങ്ങി. ജനറേഷൻ ആൽഫ വന്നു, ജനറേഷൻ ബീറ്റ വന്നു, ഗാമ വന്നു. ഇതിങ്ങനെ മാറുകയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴുള്ള ഗാമയൊന്നുമല്ല നമ്മൾ ആലോചിക്കുന്നത്, പഴയ ജൻസിനെ പറ്റി ആലോചിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള കുട്ടികൾ ഇത് വെള്ളം നോക്കും. വെള്ളം നോക്കലല്ല ഉണ്ടാകുക. അവരിതിനെ പറ്റി ഗവേഷണം നടക്കും, പഠിക്കും. അവിടെ അതിലേക്ക് പോകാൻ ജീജ ഇപ്പൊ നമുക്ക് സിദ്ധമാണ്. ജീജക്ക് എല്ലാ ഭാവങ്ങളും ചെയ്തു. ആ 3ാം ലെവലിലേക്കും പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. വീണ്ടും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. പ്രധാന വ്യക്തി നമ്മുടെ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയായ ജീജ CV, മറ്റ് ജിജിയുടെ കുടുംബാംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, GV രാകേഷാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നമ്മളെ പാലയായിട്ടുള്ളവരാണ് എഴുതിയത്. ഞാൻ പൊതുവേ നമ്മുടെ ഈ ഒരു മേഖല, ഔദ്യോഗിക മേഖലയിൽ നിന്ന് നമുക്ക് വായനാശീലം വളരെ കുറഞ്ഞു വരുന്നതാണ്. ഒരു പത്രം വായിക്കുക എന്നല്ലാതെ
പൊതുവെ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുക ഇങ്ങനെയുള്ളൊരു മേഖലയാണ് നമ്മളെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രാമായണം ഒരു നല്ല പാഠം എന്ന തലക്കെട്ടോടുകൂടി ഒരു പുസ്തക പ്രസിദ്ധീകരണമാണ് നടത്തുന്നതെന്ന് ജി വി രാകേഷ് പറഞ്ഞു. അപ്പോൾ ഈ നല്ല ഒരു സമയത്താണ് ഈ ഒരു ബുക്ക് നമ്മുടെ ഇന്നിവിടെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ സാധിച്ചത്. സാധാരണ ഈ രാമായണ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർക്കിടക മാസത്തിലാണ് നമ്മൾ പൊതുവെ രാമനെയും സീതയും മറ്റുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ സമയത്തും രാമായണം വായിക്കാം, പക്ഷെ നമ്മളൊക്കെ ഈ കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കൂ എന്നൊരു ചിന്ത നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. സമൂഹത്തിലായാലും അമ്പലങ്ങളിലായാലും മറ്റ് വീടുകളിലായാലും ഒക്കെ കർക്കിടക മാസം അതെന്തോന്ന് അന്നത്തെ കാലത്ത് ഒരു പഞ്ഞമാസമാണ്. നമുക്കൊക്കെ ദാരിദ്ര്യവും മറ്റു കാര്യങ്ങളുള്ള സമയത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇത് രാമായണം പാരായണം നടത്തുക, വേറെ ഒരു ചിന്തയും ഇല്ലാത്ത രീതിയിൽ അത് വായിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം ഇന്നത്തെ കാലത്ത് കർക്കിടകം തന്നെ ആ മാസം തന്നെ രാമായണ പാരായണത്തിന് കണ്ടെത്തിയിട്ടുണ്ടാകുക. എന്നിരുന്നാലും ഞാനൊരു ഓട്ടപ്രദർശനമാണ് ഈ രാമായണം ഒരു നല്ല പാഠം എന്ന രീതിയിൽ ഒരു ഗീതയുടെ ഇത് ഒന്ന് നോക്കിയത്. ശിവരാജചന്ദ്ര മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊക്കെ ഒരു രാമായണം വായിച്ചു പോകുന്ന സമയത്ത് ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മനസ്സിലേക്ക് ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന രീതിയിൽ തന്നെ അവരെല്ലാ കഥാപാത്രത്തെയും ഈ ഒരു ചെറിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പൊതുവെ രാമായണത്തെ പറ്റി എല്ലാവർക്കും കഥകൾ അറിയാം. ശ്രീരാമനെ പറ്റി, സീതയെ പറ്റി അറിയാം, ലക്ഷ്മണനെ പറ്റി അറിയാം, കൈകേരിയെ പറ്റി അറിയാം, മറ്റ് വാൽമീകിയെ പറ്റി അറിയാം. അങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ വൈശിഷ്ട്യങ്ങൾ, അവരേത് രീതിയിൽ ജീവിക്കുന്നു, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ ഏത് രീതിയിൽ ആരാധിക്കണം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെ ഒക്കെ അതിനൊക്കെ മറുമരുന്നായിക്കൊണ്ടാണ് അദ്ദേഹം ഒരു സന്ദേശം തന്നെ ഈ പുസ്തകത്തിൽ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്തിൽ നടക്കുന്ന മറ്റ് പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലും മറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല അധ്യാപകന്മാർ ADMAയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടർമാർ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഇത്തരം കാലഘട്ടത്തിൽ നമ്മളെ പുരാണകാല 1000 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ഒരു ഗ്രന്ഥം അത് ഇന്നത്തെ വർത്തമാന കാലത്തിൽ കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമുക്ക് ജീജാഹിയുടെ ഈ ഗ്രന്ഥം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നാരദ മഹർഷി വിശ്വാമിത്ര മഹർഷിയോട് നമ്മുടെ ഈ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ ആ പറയുന്ന അത് കേട്ടുകൊണ്ട് ഈ ഗ്രന്ഥം രചിക്കുകയാണ്. എന്തെല്ലാന്ന് ഈ രാമനെ പറ്റി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഉണ്ടാക്കിയ ഒരു നമ്മുടെ ഈ രാമായണം, പിന്നെ വാൽമീകി മഹർഷി എഴുതിയ രാമായണം എന്ന ഗ്രന്ഥം അത് നമുക്കുകളിൽ ഹൃദയസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ഇത് വായിക്കുന്നു. അത് എത്ര കണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുന്നു എന്നതാണ് അതിന്റെ ഗുണഫലം. നമുക്ക് ഈ കഥകളും അത് ഓരോ കഥാപാത്രങ്ങളെയും എത്രമാത്രം നമ്മളെ മനസ്സിലേക്ക്, നമ്മളിപ്പോ എല്ലാവരും ഒരു മാസം രാമായണം വായിക്കുന്നു, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അഖണ്ഡ രാമായണ പാരായണം നടത്തി ഒരു ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരം മേഖലയിൽ ആ ഓരോ വ്യക്തികളെയും നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു നന്മ നിറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ഓരോ കഥാപാത്രങ്ങളും ഓരോ രീതിയിലാണ്. നമ്മുടെ സമൂഹത്തിലും ശ്രീരാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, അങ്ങനെയുള്ള നമ്മളെ ഈ പുരാണത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മളെ നന്നാക്കി എടുക്കേണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിലുള്ള പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹം അത്ര കണ്ട് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കും, കാര്യങ്ങൾ പറയും, പക്ഷെ എത്രമാത്രം നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കും എന്നതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ രാമായണം വായിക്കണം. വായനാശീലം വളരെ പുതിയ തലമുറക്ക് കുറഞ്ഞു വന്നു. എല്ലാവരും മൊബൈലും മറ്റു കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാനൊക്കെ ഓരോ ക്ഷേത്രത്തിലായാലും മറ്റു വീടുകളിലായാലും വായിക്കുന്നത് ഒരു 40 വയസ്സ് മേലെയുള്ള അധികം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. 60, 70, 80 വയസ്സിൽ. ഇപ്പോൾ തലമുറക്ക്
രാമായണത്തിനെ ഈ വായിക്കാനോ അല്ലെങ്കിൽ പുസ്തകം വായിക്കാനോ ഉള്ള താല്പര്യം നമ്മുടെ ആരെയും കാണുന്നില്ല. നമ്മുടെ കുട്ടികളായാലും ആരായാലും അവർക്കൊക്കെ ഈ വായനാശീലം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. നല്ല മൊബൈൽ കൊണ്ട് കളിക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പൊ രാമായണം മൊബൈലിൽ കിട്ടാം, വായിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അവരോട് അതിനൊന്നൊരു താല്പര്യമില്ല. ഇപ്പൊ മറ്റേ ഭക്തിയുടെ കാര്യത്തിലായാലും കുട്ടികളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിർബന്ധിച്ചില്ല, കുട്ടികൾ അമ്പലത്തിലെ പോകുന്നത് ഇപ്പം. അപ്പൊ അത്തരം മേഖലകളിലേക്ക് കുട്ടികളെ പിന്നെ പോകാതെ തന്നെയാണ് ഈ മൂല്യച്ചൊരിക്കൽ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മേഖല അവർക്ക് കിട്ടില്ല, അവർക്ക് ഫ്രീ ആണ്, അവരെന്ത് ചെയ്യാം. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളെ പിന്നെ ഒന്നും പറയാതെ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അവർ പേടിയാണ്, കുട്ടികളോട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് കൂടി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം പ്രയാസത്തോടു കൂടിയാണ് നമ്മുടെ തലമുറ ഇന്ന് ജീവിച്ചു വന്നത്. അമ്മയമ്മമാരായാലും അച്ഛന്മാരായാലും എല്ലാവരും കുട്ടികളുടെ ശ്രദ്ധ, നമ്മൾ പണ്ട് ഇത്രയും ശ്രദ്ധയോടുകൂടി നിന്നിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത്രയും ഒരു കാലഘട്ടത്തിൽ പോകുമ്പോൾ രാമായണത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഇതില് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ ആളെ സപ്പോർട്ട് കൂടിയിട്ടാണ് ഒരു ഗ്രന്ഥം രചിക്കുന്നത്. നമ്മളെല്ലാവരും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് സമൂഹത്തിലേക്ക് വളർന്നെടുക്കണമെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് ആയി ഒരാൾ വരണം. അതിനാണ് നമ്മുടെ GV രാകേഷ് എന്ന് പറയുന്ന എൻ്റെ ഉത്തമ സുഹൃത്ത് ഈ ഗ്രന്ഥം രചിച്ചു കഴിഞ്ഞാൽ ആ പബ്ലിക്കേഷൻസായിട്ട് പുറത്തു വരണ്ടേ, ബുക്കരൂപത്തിൽ വരണ്ടേ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ GV രാകേഷിന്റെ പ്രയത്നവും ശ്ലാഘനീയമാണ്. അദ്ദേഹം നമ്മുടെ പിന്നെ ഈ നമ്മൾ പറയുന്നുണ്ട് ആദിത്യ ഹൃദയ മന്ത്രം, പിന്നെ അഗസ്ത്യ മുനി, അതായത് ശ്രീരാമന് ഈ രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ശ്രീരാമന് അതിന് ഊർജം പകരാൻ വേണ്ടി അഗസ്ത്യ മുനി പറഞ്ഞു കൊടുക്കുന്നതാണ് ആദിത്യ ഹൃദയ മന്ത്രം. നമ്മുടെ അടുത്തായ സൂര്യനാരായണ ക്ഷേത്രം ഈ കതിരൂരാണ്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീരാമനാണ്. അദ്ദേഹം അങ്ങനെ കഥാരൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ രാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ജയിക്കാൻ ആദിത്യ ഹൃദയ മന്ത്രം പറഞ്ഞു കൊടുക്കുകയും ജയിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യമുനി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ ഈ പ്രതിഷ്ഠ നടത്തിയത് ഐതിഹ്യം കൂടിയുണ്ട്. അവിടെ ക്ഷേത്രത്തിന് മുൻവശത്ത് തന്നെ ആദിത്യ ഹൃദയ മന്ത്രം പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യാം, ജപിക്കുകയും ചെയ്യാം. അവിടെ നിന്നുകൊണ്ട് അത്തരം ഒരു കഥാരൂപത്തിൽ തന്നെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമന്റെ കഥയായി ബന്ധപ്പെട്ടുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ ശ്രീരാമ കഥയുടെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചരിത്രപരമായി തന്നെ കിടക്കുന്നത്. ഈ പുൽപ്പള്ളി പോയാൽ സീതാ ലഘുഷ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വാൽമീകി ആശ്രമം, ജഡയേറ്റ കാവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പുരാണങ്ങൾ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇത് എങ്ങനെ വന്നു എന്നതിനെ പറ്റി ചരിത്രപരമായി പഠിക്കേണ്ടതാണ്. പക്ഷെ ആ ചരിത്രപരമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പുരാണത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുൽപ്പള്ളി സീതാലഘുഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ അഗസ്ത്യ മുനിയുടെ കാര്യം പറയുന്നത് GV രാകേഷുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ പാരമ്പര്യമായിക്കൊണ്ട് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാരങ്ങൾ, നമ്മുടെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും പാരമ്പര്യമായിക്കൊണ്ട് ക്ഷേത്രത്തിലെ അവകാശി എന്ന രീതിയിൽ തന്നെ ഈ കുടയുണ്ടല്ലോ, നമ്മുടെ ഓലക്കുട, സാധാരണ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നതാണ് കുട. അത് GV രാകേഷിന്റെ ഗുരുക്കൾ തറവാട്ടിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത് അവിടെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എല്ലാ വർഷവും പാരമ്പര്യമായിട്ട് അവരെ അച്ഛൻ്റെ മുത്തച്ഛന്മാരെ ഉള്ള കാലത്തെ ഈ ക്ഷേത്രത്തിലേക്ക് ഈ കുട വരവ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വലിയ ആഘോഷപൂർവ്വമാണ് അത് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുശേഷം പരമ്പരയായിക്കൊണ്ട് തന്നെ ഇപ്പോൾ അത് GV രാകേഷാണ് ആ ഉത്സവ സമയത്ത് ഇത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇത് നിലനിർത്താൻ വേണ്ടി, ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകനെ ചെറിയ പ്രായം മുതൽ 5 വയസ്സുള്ള സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ഈ ചെറിയ മകനെയും കൂടിയിട്ടാണ് ഈ കൊടിയായിട്ട് വരിക. അപ്പോൾ ആഘോഷപൂർവ്വം വരുന്നതാണ്. ആ തലമുറ കൈമാറാതെ അത് സംരക്ഷിച്ചു പോകാനുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ എഴുത്തുകാരെ സംരക്ഷിക്കുന്നതിൽ, അവരെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് GV രാകേഷിന്റെ പങ്ക് ശ്ലാഘനീയമാണ്. അതുകൊണ്ടാണ് ജീജ എന്ന് പറയുന്ന അവർ ഒരു 2 കൊല്ലത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഏകദേശം ഈ കഥയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്ന ആലോചനയായി മുന്നോട്ട് പോകാൻ ഈ സപ്പോർട്ടിംഗ് ആയിട്ട് വേണ്ടേ. അപ്പൊ വാൽമീകിയുടെ നാരദൻ ഉപദേശിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരാൾ സപ്പോർട്ടിംഗ് ആയി വരുമ്പോൾ നമ്മൾ പുസ്തക രൂപത്തിൽ വരാം. എല്ലാവരും എഴുതും, അത് കടലാസിൽ പെണ്ണുകൊണ്ട് എഴുതി വെക്കുക എന്നല്ലാതെ അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം, അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരാൾ വരാം. അതിന് ഒരു നിമിത്തമായി വന്നിരിക്കുന്നത് GV രാകേഷാണ്. അദ്ദേഹത്തിനെയും ഈ വേദിയിൽ നമ്മളെ ആ സപ്പോർട്ടിംഗ് ആയി വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തതിനും
അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു നല്ല രൂപത്തിലുള്ള ഒരു കാവ്യ പിന്നെ കഥാരൂപത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. ഈ രാമായണ കഥ എന്ന് പറയുന്ന കുറേ പറയാനുണ്ടാവും, കുറേ കാര്യങ്ങൾ. അപ്പോൾ അത്തരം കുറേ നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ഓടിച്ച് ഓരോ അധ്യായങ്ങളായിട്ട് 36 അങ്ങനെ ഉണ്ട്, ഓരോ അധ്യായങ്ങളായിട്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഓരോ കഥാപാത്രത്തെയും പ്രത്യേകം അവരുടെ സ്വഭാവങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ സന്ദേശം കൊടുക്കുകയാണ്. ഓരോ നമ്മുടെ നമുക്കൊക്കെ സന്ദേശം തരികയാണ്. ഇന്നേ രൂപത്തിൽ ജീവിക്കണം, ഒരു സഹോദരി ബന്ധം ഉണ്ടാവണം, പ്രകൃതിയെ സ്നേഹിക്കണം, അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണം, അപ്പോൾ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹബന്ധങ്ങൾ, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനേക്കൊക്കെ നമ്മൾക്ക് ഇന്നത്തെ ശിഥിലമാകുന്ന കുടുംബ പശ്ചാത്തലങ്ങളിലേക്ക് നമ്മുടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു വഴികാട്ടിയും കൂടിയാണ് ഈ ഗ്രന്ഥം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. ഞാൻ ഈ പുസ്തകങ്ങളോ മറ്റോ പറയാൻ തരത്തില്ല. എന്തായാലും ഞാൻ ആ പുസ്തകം വായിക്കും. ഇനി മുതൽ നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഒരു പുസ്തക വായനയായിട്ട് മുന്നോട്ട് പോവാം എന്ന രീതിയിലാണ്. നമ്മളൊക്കെ നമ്മളെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പൊതുവെ എല്ലാവരും പറയും സമയം കിട്ടില്ല, എന്നാലും നമുക്ക് സമയം കണ്ടെത്താം. വായനാശീലം താല്പര്യമുള്ളവർക്കൊക്കെ വായിക്കാം. നമുക്ക് മൊബൈൽ നോക്കുന്നതിനെക്കാട്ടും എത്രയോ ഒരു സംതൃപ്തി തോന്നുന്നത് പുസ്തകം വായിക്കുമ്പോൾ. വായിക്കുമ്പോൾ അത് ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വായനാശീലം ഉണ്ടാക്കണം. അത് ഏത് ഗ്രന്ഥമായാലും ഓരോ താല്പര്യമായിരിക്കും. വിശ്വാസികൾ ആ രീതിയിൽ വായിക്കാം, മറ്റുള്ളത് ആ രീതിയിൽ വായിക്കാം. ഏത് രീതിയിലും നമുക്ക് വായനാശീലം നല്ലതാണ്. പണ്ട് 90-95 കണ്ണട ഇല്ലാണ്ട് വായിച്ചിരുന്ന ഒരു അമ്മമാരെ നമ്മളെ മുത്തച്ഛന്മാരെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കണ്ണടയിൽ അന്ന് കണ്ണട ഇല്ലാണ്ടാണ് മഹാഭാരതവും രാമായണവും മറ്റുള്ള ഗ്രന്ഥങ്ങളും പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ നല്ലതാണ്. നമുക്ക് കുറേ വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാനും ഈ വായനാശീലം കൊണ്ട് നമുക്ക് എടുക്കാം. അത് കുറഞ്ഞു പോയതാണ് നമുക്ക് കുറേയൊക്കെ ഈ കാര്യങ്ങൾ അത് എടുക്കുക. ഇന്ത്യയെ പോലെയുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ ഈ വേദിയിലും സമൂഹത്തിൽ വരട്ടെ. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ TV രാജേഷ് പോലത്തെ ആൾക്കാർ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരട്ടെ. ഈ വേദിയിലുള്ള ആൾക്കും എഴുത്തുകാരുണ്ടാവാം, അവരൊക്കെ പുതിയ പുസ്തകങ്ങളുമായിട്ട് വരട്ടെ. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ സംസ്കൃതം നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നുണ്ടാവുമെന്ന് അറിയാം. രാമായണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് കേരളത്തിലെ രാമായണ പാരായണം. അതെന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ പുസ്തകം ഒരു മാസം വായിക്കുക. മറ്റൊരു പുസ്തകവും നമ്മുടെ ഉപയോഗിച്ച് സാക്കിൻ്റെ ഇതിഹാസവും അല്ലെങ്കിൽ MTയുടെ 4 കെട്ടോ ഒന്നും അങ്ങനെ വായിക്കുന്നില്ല. എല്ലാ വർഷവും MTയുടെ 4 കെട്ട് വായിച്ചിട്ട് പിറ്റത്തെ വർഷം ഞാൻ MTയുടെ 4 കെട്ട് വായിക്കുന്നു. ആരും അങ്ങനെയില്ല. പക്ഷെ ഇതൊരു നിർബന്ധപൂർവ്വം ഒരു ആചാരത്തിന് പറഞ്ഞാൽ രാമായണം വായിക്കുക. നിങ്ങളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം അറിവുകൾ ലഭിക്കും, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ലഭിക്കും. ഒരേ പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത്, ഒരേ രാമായണം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് ജീജ ഇവിടെ നമുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആശംസ പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട പുണ്യകൃഷ്ണനെ ആദരവോടെ ക്ഷണിക്കുന്നു. രാമായണത്തെക്കുറിച്ചും മറ്റും പറയാൻ എനിക്ക് അറിയില്ല. പക്ഷേ ഈ രാമയുടെയും സീതയുടെയും കഥ കേട്ടിട്ടുണ്ട്. ആ രീതിയിൽ പറയാനും കഴിയും. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു
കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. മനോഹരമായ ഗാനം ആലപിച്ച അഭി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറക്ക് ഇതിൽ ജൻസികൾ കുറവാണ്. അവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അവർക്ക് മിന്നലോള എന്ന പാട്ട് പഠിക്കും. പക്ഷെ നമ്മളെ പോലെയുള്ളവർക്ക് വിജയിന്റെ ഗായികയാണ് നമ്മളെ പോലെയുള്ള തലമുറക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസ്വദിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നല്ല ഗാനം നമുക്ക് പാടുന്ന അഭി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ഇനി അടുത്തതായി എഴുത്തുകാരിയുടെ മറുപടിയാണ്. അതിനായി ശ്രീ EB ജിജെ ആദരവോടെ ക്ഷണിക്കുന്നു. ഇവിടെ പ്രകാശനം ചെയ്ത എൻ്റെ രാമായണം കണ്ടുപാടുന്നതിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് എഴുതിയതാണ്. ഇവിടെ ഈ ചടങ്ങിന് മനോഹരമാക്കിയും വിജയകരമാക്കിയും ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നൽകുന്ന നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കുന്നു. ഇതിനു മുന്നേ രണ്ട് മൂന്ന് ലേഖനങ്ങളൊക്കെ ചില മാസികകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എഴുതുന്നത്. രാമായണ മാസത്തിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ രാമായണ മാസത്തിൽ അധികവും ഈ ദിനപത്രത്തിലൊക്കെ രാമായണ പാഠം എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങൾ വരാറുള്ളത് നിങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ഞാനും 2 വർഷം മുമ്പ് മനോരമയിലൊരു ലേഖനം എഴുതി അയച്ചിരുന്നു. പക്ഷെ അത് പ്രസിദ്ധീകരിച്ച് വന്നില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയത്. കുറേ ലേഖനങ്ങൾ എഴുതി ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് അതിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായിരുന്നത്. ഇവിടെ ഈ ചടങ്ങ് വളരെയധികം മനോഹരമാക്കി തന്ന പ്രകാശ കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ സൂര്യചന്ദ്രൻ മാസ്റ്റർ, പുസ്തകത്തെ പരിചയപ്പെടുത്തി നന്നായി സംസാരിച്ച KC സദാനന്ദൻ, റിട്ടയർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായ KC സദാനന്ദൻ, അധ്യക്ഷ പദവി വഹിച്ച ശ്രീ GV രാമകൃഷ്ണൻ, എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്ത് പ്രസംഗിച്ച ശ്രീ കവിരൂർ CK ദിലീപ്കുമാർ, പുസ്തകത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്നിവർക്കെല്ലാം എൻ്റെ ഹൃദയ നന്ദി നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിനായി എഴുതി തന്ന GV പബ്ലിഷേഴ്സിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനവും പിന്തുണയും നൽകിയ എൻ്റെ കുടുംബാംഗങ്ങൾക്കും
എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് വളരെ മനോഹരമാക്കി തീർത്തുകൊണ്ട് പ്രാർത്ഥന ഗാനാലാപനം ചെയ്ത് ശ്രീമതി അംബികയ്ക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു. നമസ്കാരം. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.